ബോൾ ഇന്ത്യ. അവതരണം ജനസംസ്കൃതി രോഹിണി ബ്രാഞ്ച്. പാട്ട് സമരാവേശമാകുന്ന കാലം, വി ദ പീപ്പിൾ ഓഫ് ഭാരത് എന്ന് ഭരണാധികാരികൾ പറയുമ്പോൾ ബോൾ ഇന്ത്യ എന്ന് ആർത്തു വിളിക്കുന്ന ജനാവലി, പറയൂ ഇന്ത്യ എന്ന് പറയൂ എന്ന് ആർത്തു വിളിക്കുന്ന ഈ അരങ്ങ് ഒരു സമകാലീന ക്യാൻവാസ് ആണ്. ഏകാധിപതികൾ എല്ലാം അട്ടിമറിക്കപ്പെടുമെന്നും എല്ലാ കോട്ടകളും തുരുമ്പിച്ച് ദ്രവിച്ച് തകർന്ന് ജനമുന്നേറ്റത്തിന്റെ നല്ല നാളുകൾ വരുമെന്ന പ്രതീക്ഷ ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നു. സഫ്ദറിന്റെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ജനസംസ്കൃതി രോഹിണി ബ്രാഞ്ച് അവതരിപ്പിക്കുന്നു ബോൾ ഇന്ത്യ. പേടിച്ചു പോയോ? എന്തിന്? ഇതൊക്കെ എൻ്റെ ഒരു നമ്പറല്ലേ? അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാരെയൊക്കെ പേടിപ്പിക്കാൻ ഞാൻ ആരാ? വെറും ഒരു കാലാപ്പത്തർ. പക്ഷേ ഈ കാലാപ്പത്തർ എന്നും എരിയുന്നൊരു കനലാണ്. കാലം കാത്തുവച്ച ഒരു കനലേ. ഞാനൊരു കഥ പറയാം. നിങ്ങളെപ്പോലെ തന്നെ ഒരാളായ ഒരു കൊച്ചു കുടുംബത്തിൻ്റെ നാഥനായ ഞാൻ ഇന്നിപ്പോ നിങ്ങൾ കാണുന്ന ആർക്കും വേണ്ടാത്ത കാലാപത്രായ കഥ. ഈ കഥ എൻ്റേത് മാത്രമല്ല,
ഈ നാടിൻ്റെ ഇന്നിൻ്റെ ദുരവസ്ഥയുടെ കൂടിയാണ്. അങ്ങകലെ എൻ്റെ ആ കൊച്ചു ഗ്രാമം, ഈ ഭൂമിയിലെ എൻ്റെ കൊച്ചു സ്വർഗം, എൻ്റെ ജീവന്റെ ജീവനായിരുന്ന ഭാര്യയും ഞങ്ങളുടെ ആത്മാവിന്റെ പ്രകാശമായിരുന്ന പൊന്നുമോളും ശരിയാക്കി തരാലോ. എന്റെ ആ സ്വർഗവും അതിലെ ദേവതകളും ഇന്നില്ല. എല്ലാം 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 നശിച്ചു, നശിപ്പിച്ചു. ജാതി പിശാചിക്കൽ, മതപിശാചിക്കൽ, കപടരാഷ്ട്രീയ ജനദ്രോഹികൾ, എല്ലാവരും ചേർന്ന് എന്റെ കുടുംബത്തെ, ഈ നാടിന്റെ മണ്ണിനെ ചുട്ടരച്ച് കളഞ്ഞു. ആരുടെ അമ്മയുടെ എന്ത് ചുട്ടരിച്ച കാര്യമാടാ നീ ഇവിടെ ഉച്ചക്കർക്ക് പറയുന്നത്? കാൽക്കരിയല്ല സാറേ, കാലാപ്പത്തർ. കാലാപ്പത്തർ പൊന്നു മടയാ, രണ്ടും ഒന്നു തന്നെയല്ലേ? ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് ഇന്നും ഇവന് തന്നെ അറിയില്ല. ഏത് നാട്ടിൽ നിന്നോ ഏത് കാട്ടിൽ നിന്നോ ആ പുല്ല്
പന്നി. എന്നാലും ഇപ്പൊ അവന്റെ പേര് കാൽക്കരി എന്നല്ല സാറേ, കാലാപത്തർന്നാ. എന്റെ പൊന്നു കൂട്ടുകാരാ, ഒന്നിങ്ങ് വരുമോ? മൈത്താണ്ടി, രണ്ടും ഒന്നു തന്നെയല്ലേ? ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് ഇന്നും ഇവന് തന്നെ അറിയില്ല. ഇവനെയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാവോ? എടാ, സാറ് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ നല്ല മണി ഉത്തരം പറഞ്ഞോണം. ഇല്ലെങ്കിൽ നിന്റെ കഥയിൽ ഞാൻ അല്ല, സാർ ഇന്ന് തീർക്കും. എടോ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് എടുത്തു ചാടിയ ആ പെൺകുട്ടിയെ നീ രക്ഷപ്പെടുത്തി. അവളിപ്പോൾ എവിടെയുണ്ട്? വാ തുറക്കണ കള്ളപ്പോലെ. വേണ്ട സാറേ, സാറിന്റെ തൊഴിൽ കൊണ്ടല്ല ഇവൻ. അല്ലെങ്കിൽ തന്നെ സാറിന് ആ പെൺകുട്ടി എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ പോരെ. എടാ, വെറുതെ തെരുവിൽ കിടന്ന പട്ടിയെ പോലെ തല്ലുകൊണ്ട് ചാകാതെ ആ പെൺകുട്ടി അവൾ എവിടെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. ജീവിതം തന്നെ തെരുവിലായുള്ള മരണം പിന്നെ രാജകൊട്ടാരത്തിലാവോ സാറേ? അതും ഈ തെരുവിൽ തന്നെ ആകുന്നതാ നല്ലത്. നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആകുമ്പോൾ അത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പട്ടിയെ പോലെ ആകില്ല. ഒരു യഥാർത്ഥ മനുഷ്യനെ മരിക്കാം. പിന്നെ മനുഷ്യരൂപികളായ പെൺപട്ടികളാൽ മരണപ്പെട്ടു എന്ന് മാറ്റി പറയേണ്ടി വരും. അത്രയേ സാർ എന്താ കാണിക്കുന്നത്? മുതലാളി ഇത് പ്രത്യേകം പറഞ്ഞ തന്നെന്ന് സാറിനിപ്പോ ആ പെൺകുട്ടികളുടെ കഷ്ടം അറിഞ്ഞാൽ മാത്രം പോരെ. അതിപ്പോ നമ്മൾ അറിഞ്ഞു കണ്ടു. ബാക്കിയൊക്കെ നമ്മൾ മുതലാളി പറഞ്ഞു ചെയ്യാം. സാറിപ്പോ വാ, നമുക്ക് പോവാം. സാറേ, സാറ് വന്നേ. എന്തായത്? ആ പോയവന്മാരെക്കാളും കഷ്ടമാണല്ലോ നിന്റെ കാര്യം. ഞാനാടാ ഇത്. നിന്നേക്കാൾ ഉച്ചത്തിലലറാൻ എനിക്കറിയാം. ആഹാ, അവൻ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയാണ്? എന്തിന് മറഞ്ഞിരുന്ന് സംസാരിക്കുന്നു? അത്ര ധൈര്യമുള്ള ആളാണെങ്കിൽ മുന്നിലേക്ക് വാ. ചോള ഉണ്ടെങ്കിൽ ഇറങ്ങില്ല. എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇനി ഞങ്ങളും പറയും, നിങ്ങളും കേൾക്കണം. അത് കേൾക്കാൻ ചോള ഉണ്ടെങ്കിൽ വാ വാ. ശരി, ഞാൻ വന്നു കഴിഞ്ഞു നിന്നെ കേൾക്കാൻ. ഇത്രയും നാൾ ഞാൻ അല്ല, എന്നിലൂടെ പലരും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇനി ഞാനൊന്ന് കേൾക്കട്ടെ പത്തർ. ഞാൻ ആദ്യം കേൾക്കുന്നത് നിന്നെ തന്നെ ആവട്ടെ. ഞാനെന്ന് പറഞ്ഞ ഞാൻ തന്നെ. ദാ കണ്ടില്ലേ എന്റെ മുഖത്ത് എന്താണെന്ന്?
നിങ്ങൾക്ക് എന്ത് പറ്റി? ആരാണ് നിങ്ങളെ ഉപദ്രവിച്ചത്? എന്നെ ആരും ഒന്നും ചെയ്തതില്ല. ഇത് നിന്റെ ചോരയാണ്. എന്റെ ചോദ്യം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആരാണ് നിങ്ങൾ? ഞാൻ മൈക്കൽ. ചിലരെന്നെ കോളാമ്പി മൈക്കൽ എന്ന് വിളിക്കും, ചിലര് കോളാമ്പിന്നും. പക്ഷേ ആദ്യമായിട്ടാ ഒരാൾ എന്നെ തുപ്പ കോളാമ്പിയാക്കി മാറ്റുന്നത്. അതിലെനിക്ക് സങ്കടമില്ല. പക്ഷേ മനുഷ്യത്വം നശിക്കാത്ത ഒരു പച്ച മനുഷ്യന്റെ കട്ട ചോര മനുഷ്യർ ഇനി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയല്ലേ? ഈ കാലത്തിനിടക്ക് ഈ എത്രയോ മനുഷ്യരോട് സത്യങ്ങളും അസത്യങ്ങളും ചിരിയും കരച്ചിലും കഥയും കാര്യവും എന്നിലൂടെ പ്രവാഹിപ്പിച്ചിട്ടുണ്ട്. എത്ര വാഗ്ദാനങ്ങൾ നിങ്ങളുടെ നേതാക്കളിൽ പലരും എന്നിലൂടെ അലറി പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സത്യമോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളുടെ ചോര പടർന്ന മുഖം കാണേണ്ടി വരുമായിരുന്നില്ല. സത്യമാണ്. എത്ര മുദ്രാവാക്യങ്ങൾ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ആരിൽ നിന്നൊക്കെ ഞങ്ങളുടെ പെൺമക്കളെ രക്ഷിക്കണം, എന്തൊക്കെ പഠിപ്പിക്കണം, അത് മാത്രം ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ തന്നെ എന്നെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നെന്ന് അറിയാമോ? ഞാനൊരു ബേട്ടിയെ ആരുടേതോ ആവട്ടെ, അവൾ ഇന്ത്യയുടെ പുത്രിയാണ്. അവളുടെ ജീവനും ജീവിതവും രക്ഷിച്ചതിനാണ്. എനിക്കറിയാം ഇത് ഇവിടെ തുടങ്ങിയതല്ല, ഇവിടെ അവസാനിക്കുകയില്ല. പക്ഷേ എനിക്കറിയാവുന്ന സത്യങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയണം. എനിക്ക് എത്ര ഉച്ചത്തിൽ പറയാൻ കഴിയുമോ അത്ര ഉച്ചത്തിൽ പറയണം. എനിക്ക് ഇല്ല, സർവ്വതും നശിക്കാതിരിക്കാൻ ഒരു സാധാരണക്കാരന് അസാധാരണമായ ധൈര്യം സംഭരിച്ചേ മതിയാവും. എന്താണ് നിങ്ങൾക്ക് ലോകത്തോട് ഉറക്കെ വിളിച്ച് പറയാനുള്ളത്? പറയാൻ ഒരുപാടുണ്ട്. പണ്ട് കല്ലുവെച്ച നുണകൾ കൊണ്ട് കലാപമുണ്ടാക്കി ഈ നാട് കുട്ടിച്ചോറാക്കി വർഗീയതയുടെ വിഷം വിളമ്പി ഊട്ടി അത് ഉണ്ട് ചീർത്തു വീർത്ത മനോരോഗികളുടെ മഹാരാജാവിന്റെ മായാജാലങ്ങളുടെ കഥ അത് ജനം ഒരിക്കൽ തിരുത്തുക തന്നെ ചെയ്യും. പക്ഷേ ഞാനിപ്പോ പറയാൻ പോകുന്നത് പ്രണയകവികൾക്കും പ്രണയകാവ്യങ്ങൾക്കും പഞ്ഞമില്ലാത്ത നമ്മുടെ നാട്ടിൽ തമ്മിലൊന്ന് പ്രണയിച്ചു പോയ രണ്ട് പ്രണയിതാക്കളുടെ കഥയാണ്. അല്ല, ആ കഥയല്ല, കെട്ടുകഥയല്ല, സംഭവ കഥ. സംഭവിക്കാൻ പാടില്ലായിരുന്ന കഥ. ഗ്രീഷ്മകാലത്ത് മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ഒരു പനിനീർ പൂ പോലെ പരിശുദ്ധയായ ഒരു പെൺകുട്ടി. അവളെ പ്രാണന് തുല്യം പ്രണയിക്കുന്ന ഒരു ആൺകുട്ടി.
അവരുടെ പ്രണയം കൃത്യം തന്നെയായിരുന്നു. പക്ഷേ അവൾ ഒരു സാധാരണ കൂലിപ്പണിക്കാരന്റെ മകൾ. അവൻ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഇരുമ്പുരുക്കി നിറച്ചു വച്ചിരിക്കുന്ന ഒരു റെയിൽവേ കോൺട്രാക്ടറുടെ ഏക മകൻ. ചേരുമോ? അല്ല, നിങ്ങൾ തന്നെ പറ. ഇതൊക്കെ ചേരുന്ന ഒരു നാടാണോ നമ്മുടേത്? അല്ല, അല്ലേ? അല്ല. മകന് തന്റെ ദാസ്യന്റെ മകളോടുള്ള പ്രണയം പറഞ്ഞ മുതലാളിക്ക് ഭ്രാന്തിളകി. പിന്നെ സംഭവിച്ചത് പെൺകുട്ടിയെ പ്രേമിക്കരുതായിരുന്നു. നീയാള് കൊള്ളാമല്ലോ. പിടിക്കുമ്പോ പുളിയും കൊമ്പ് തന്നെ പിടിക്കണമെന്ന് ആരാ നിന്നെ പഠിപ്പിച്ചേ? തന്തയോ അതോ തള്ളയോ? നോക്ക്, എന്റെ മകൻ കരയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവനെ വീട്ടിൽ കൊണ്ടുപോ. നിന്റെ തന്ത എന്റെ ജോലിക്കാരനായിരുന്നു. എന്താ ജോലി? ട്രെയിനിൽ കക്കൂസ് ക്ലീനിങ്. അവന്റെ അപ്പനപ്പൂപ്പന്മാർക്കും അത് തന്നെയായിരുന്നു പണി, തോട്ടിപ്പണി. ഞങ്ങളുടെ കാലക്കെട്ടിന് കാലമെല്ലാം മാറി, പഴയ നിയമങ്ങളും ആചാരങ്ങളും മാറി. അല്ല, മാറ്റി. അടിമ പരീക്ഷകൾ എല്ലായിടത്തും അരിഞ്ഞു കയറാൻ തുടങ്ങി. കേറി കേറി ഞങ്ങളുടെ കുടുംബത്തിനും കയറാമെന്ന സ്ഥിതി വന്നാൽ നിന്നെയൊക്കെ കൊന്നു തള്ളുകയല്ലാതെ അവശയായ അവളെ ചാക്കിൽ കെട്ടി ട്രെയിനിൽ നിന്നും വലിച്ചെറിഞ്ഞു. നിങ്ങൾ എന്റെ മുന്നിലേക്ക് വന്ന് വീണതുപോലെ അവളും എന്റെ മുന്നിലേക്ക് തന്നെ വന്ന് വീണു. ഞാൻ അവളെ രക്ഷിച്ചു. നിങ്ങൾക്കറിയൂ, എന്റെ മകളെ എനിക്ക് രക്ഷിക്കാനായില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് വേണ്ടി നിലകൊണ്ടപ്പോ അവൾ എനിക്ക് മകൾ തന്നെയായി മാറുകയായിരുന്നു. ഇനി ഒരു ദുഷ്ടശക്തികൾക്കും പിടിച്ചു ചീന്താനായി ഞാൻ അവളെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഒരിക്കലും.
പരമാവധി ദ്രോഹിച്ചിട്ടും പൂർണ്ണമായും അവളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കലിയാണവർക്ക്. തോറ്റുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒപ്പം കൂടാൻ ആരുമില്ലായിരിക്കും, എങ്കിലും ഞങ്ങൾ പൊരുത്തും. നിനക്കൊപ്പം ഞാനും ഉണ്ടാകും. കാരണം എന്നിലൂടെയാണ് അവർ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചത്, എന്നിലൂടെയാണ് അവർ നേതാക്കന്മാരായത്, എന്നിലൂടെയാണ് അവർ ഭരണ കസേരകളിൽ ഇരുന്ന് കപട സംഭാഷണങ്ങളിലൂടെ ജനങ്ങളെ മയക്കുന്നതും കബളിപ്പിക്കുന്നതും കലാപങ്ങൾ പോലും സൃഷ്ടിക്കുന്നതും. നിന്റെ ശബ്ദം ഉച്ചത്തിൽ ഉയർത്താൻ നിനക്കൊപ്പം ഇനി ഞാനും ഉണ്ടാകും. എന്തൊക്കെയാടാ ഈ കൊച്ചി നാട്ടിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു നാട്ടിൽ നടക്കുന്നത്? ഒച്ച വരുന്നേ വാഴ, അത് വെറും ഒരു ഒച്ചയല്ല. നമ്മൾ കേട്ടത് പിന്നെ എന്താണ് മരവാഴ? അതാ കാലാപത്രനോട് സംസാരിക്കുക. അത് ശരിയാണല്ലോ. നീ ഇങ്ങനെ കിടന്ന് എന്റെ മൈലാജി മോള. എന്തായാലും ഈ വിവരം നമുക്ക് ഇത്രയും വേഗം നാളെ അറിയിക്കാം. നീ വാ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭരണഘടനയിൽ ഉറച്ച് ഉയർന്നു നിൽക്കുന്നതാണ് നമ്മുടെ രാജ്യം. എന്നിലൂടെ ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും പറഞ്ഞ വാക്കുകൾ AKGയും EMSഉം പെരിയാറും അയ്യങ്കാളിയും ഗുരുദേവനും അരുൾ ചെയ്ത സത്യമുള്ള വാചകങ്ങൾ, അതാണ് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലും ഈ രാജ്യത്തെ ഉയർത്തി നിർത്തുന്നത്. ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഈ അവകാശം നൽകുന്നുണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥ. അതുകൊണ്ട് അതനുസരിച്ച് മാത്രം ഇവിടെ കാര്യങ്ങൾ നടന്നാൽ മതി. പരീക്ഷ കാരണം എന്ത് സ്വസ്ഥത പോയി. ഈ ഭൂമിയിൽ ദൈവങ്ങൾക്കൊപ്പം സ്ഥാനമുള്ളവരാണ് എന്റെ പൂർവികർ. ഈ ഭൂമുഖത്ത് എല്ലാം ഞങ്ങൾക്ക് സ്വന്തം. ഈ റെയിൽവേ ആയാലും ശരി, ഈ രാജ്യമായാലും ശരി, അതിനിടയിലാണ് ആ പീറ പെണ്ണും ഒരു പേര് പറയാത്ത ആ കൽക്കരി പട്ടികൾ, ദൈവത്തിന് പോലും വേണ്ടാത്ത ആ ജന്മങ്ങൾ. അവിടെ അവിടെ അവൻ അവൻ നിങ്ങളെന്തിനാ ഭയക്കുന്നത്? കാലാപത്രനെ നിരീക്ഷിക്കാൻ പറഞ്ഞു വിട്ടിട്ട് എവിടെ പോയി കള്ളം കുടിച്ച് എന്തോ കണ്ട് പേടിച്ചതും തോന്നുന്നു. അത് എന്റെ മുന്നിൽ വന്ന് വിളമ്പുന്നു. നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ മാത്രം മതി. അത്
അത് ദൈവമായാലും പിശാചായാലും ഇനിയിപ്പൊ കാലനായാലും ഞാൻ മതി, ഞാൻ മാത്രം മതി. ക്ഷമിക്കണം പ്രഭു, അങ്ങ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആ കാലാപത്തിനെ നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് കണ്ടത്. അതെ മുതലാളി, ആ കാലാപത്തിന്റെ അടുത്ത് ഒരു കോളാമ്പി മൈക്കുണ്ട്. അത് അവരോട് സംസാരിക്കുന്നു. ഞങ്ങളത് നേരിൽ കണ്ടു മുതലാളി. കാണുക മാത്രമല്ല, കേൾക്കുകയും ചെയ്തു. എന്ത് കണ്ടെന്ന്, എന്ത് കാട്ടെന്ന്? കൊള്ളാവുന്ന ജാതിയിൽ പിറന്നവനാണെന്നും ഞാൻ നോക്കില്ല. തല്ലെ കൊന്നതായി കാശിന് ഗതിയില്ലാത്തവരുടെ കാര്യത്തിൽ ഒരു പട്ടിയും എന്നെ പോലുള്ള രാജ്യനോട് ഒന്നും മിണ്ടാൻ പോലും ധൈര്യം കാണിക്കില്ല. അറിയാമല്ലോ നിങ്ങൾക്ക്. അതൊക്കെ ശരിയാ മുതലാളി. പക്ഷേ ആ കാലാപത്തിന് മുമ്പുള്ള കോളാമ്പി പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നൊക്കെയാണ്. അവർ പറയുന്നത് കേട്ടിട്ട് അവരുടെ നിയമങ്ങൾക്ക്, നമ്മുടെ ജാതി നിയമങ്ങൾക്കും മത നിയമങ്ങൾക്കും പിന്നെ അങ്ങേക്ക് ഞങ്ങളോടുള്ള ചില പ്രത്യേക നിയമങ്ങൾക്കും മേലെ ഒരു ശക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് വെറും ഒരു തോന്നൽ മാത്രമായാൽ മതിയായിരുന്നു. രാജ്യദ്രോഹിയുമാണ്, കൊടും കുറ്റവാളി. അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുണ്ട് ഇവിടെ. അവർക്കൊപ്പം നിൽക്കാൻ നേരുന്ന ഉറച്ച ശബ്ദത്തോടൊപ്പം അവർ നിൽക്കും. ആത്മാർത്ഥമായി വർഗശത്രുവിനെതിരെ അണിനിരന്നു പോരാടും. നീയും നമ്മൾ ഉറക്ക വിളിക്കേണ്ട മുദ്രാവാക്യം നീതി നിറഞ്ഞ ഏത് കൊടുങ്കാറ്റിനെതിരെയും മുഴങ്ങുന്നതായിരിക്കണം. എന്നിലൂടെ മുഴങ്ങിയതിൽ വെച്ച് ഏറ്റവും ശക്തവും വിശ്വാസയോഗ്യമായ മുദ്രാവാക്യം അത് ഇൻകുലാബിന്റേതാണ്. ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! എടാ പത്ര, എവിടെടാ പെൺകുട്ടി? ആ ചണ്ടാല മനുഷ്യ. നിങ്ങൾക്ക് അവൾ ചണ്ടാലയാകാം, പക്ഷേ ഞങ്ങൾക്ക് അവൾ സ്വന്തം മകളാണ്, ഈ നാടിന്റെ പുത്രി. പക്ഷേ ഈ നാട് ഞങ്ങളുടേതാണ്. അത് അങ്ങനെ തന്നെയായിരിക്കും. കാലം മാറിയിട്ട് എത്ര കാലമായെന്ന് പോലും നിങ്ങൾക്കറിയില്ല. മനുസ്മൃതിയുടെ കാലമല്ലിത്. അംബേദ്കറിന്റെ, ഗാന്ധിയുടെ, നെഹ്റുവിന്റെ ഇന്ത്യ. നിയമവും നീതിയും അറിയുന്ന ഒരു പുതുതലമുറ ഇവിടെ ഉയർന്നു വരികയാണ്. അവർക്കിടയിൽ ജാതിഭേദമില്ല, മതഭ്രാന്തില്ല, കപട രാഷ്ട്രീയ തിമിരമില്ല. അവരിലുള്ളത് സമഭാവനയാണ്, സാഹോദര്യമാണ്, നീതിബോധമാണ്. അനീതി കണ്ടാൽ അതിനെ എതിർക്കാൻ ഭയഭേദമില്ല, പോരാടി മരിക്കാൻ ഒരു മടിയുമില്ല. അർഹമായത് നിഷേധിക്കപ്പെട്ടാൽ ചോദിക്കുക തന്നെ ചെയ്യും. എത്ര തന്നെ കൊന്നൊടുക്കിയാലും ഉടപ്പിറപ്പുകളോട്
വെറുപ്പിന്റെ വിദ്വേഷക്കോട്ടകൾ തകരും. അവിടെ അവർ സ്നേഹത്തിന്റെ കടൽ തീർക്കും. ഉണർന്നെനിക്ക് സോദര യുഗങ്ങൾ പാടിടാം നമുക്ക് നവ്യരാഷ്ട്ര ഗായക. സമസ്ത ലോക തുല്യതയ്ക്ക് നിണമണിഞ്ഞു മർത്യരെ പകർന്നു തന്നുരജ്ഞയിൽ പുലർന്നിരട്ടി നാളുകൾ. പുതിയ നാവിനുണർവിനായി ഉണർന്നെനിക്ക് സോദര യുഗങ്ങൾ പാടിടാം നമുക്ക് നവ്യരാഷ്ട്ര ഗായക. സമസ്ത ലോക തുല്യതയ്ക്ക് നിറമണിഞ്ഞ മർത്യരായി പകർന്നു തന്നൊരഗ്നിയിൽ പുലർന്നിരട്ടി നാളുകൾ, പുലർന്നിരട്ടി നാളുകൾ, പുലർന്നിരട്ടി നാളുകൾ.